എവ്രിവൺ. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പ്ലാനിങ്. അല്ലെ, പ്ലാനിങ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു വാക്കാണ്. കാരണം ഇപ്പോൾ നമ്മുടെ സ്കൂൾസിൽ നമ്മളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ നമ്മളൊരു ഫംഗ്ഷൻ റെഡിയാക്കുകയാണെങ്കിൽ അവിടെ എല്ലാം കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരിക്കും. അല്ലേ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി സെറ്റ് ആക്കണമെങ്കിൽ ആദ്യം നമ്മൾ റെഡിയാക്കുന്നത് എന്താണ്? എന്ത് ഡ്രസ് കോഡാണ് വേണ്ടത്, അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരിക്കും. പിന്നെ എന്ത് ഫുഡാണ് വേണ്ടത്, അതിന് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരിക്കും. പിന്നെ ഈ പരിപാടിയിൽ നമുക്ക് എന്തൊക്കെയാണ് എക്സ്ട്രാ ചെയ്യാൻ വേണ്ടി പറ്റേണ്ടത്, അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. സോ ഈ ഒരു പ്ലാനിങ് ഒക്കെ പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു ഫംഗ്ഷൻ നമുക്ക് ഉഷാറാക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഒരു പ്ലാനിങ് എന്ന് പറയുന്ന സാധനം വളരെ വീക്കായിട്ട് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്താണ്. കാരണം പഠിക്കുന്ന സമയത്ത് നമുക്ക് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും. പക്ഷേ ആ ഒരു ടൈം ടേബിൾ നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ലെ, ഈ ടൈം ടേബിൾ എന്ന് പറയുന്ന കാര്യം എന്താണ്? അതൊരു പ്ലാനിങ് ആണ്. പക്ഷേ ആ പ്ലാനിങ് നമ്മൾ പ്രോപ്പറായിട്ട് നടത്തുന്നില്ല. അങ്ങനെ നടത്തിയില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക? ഒരിക്കലുമല്ല. നമ്മൾ വിചാരിച്ചതിൽ വളരെ മോശപ്പെട്ട റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഈ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ട ഒരു സാധനമാണ് പ്ലാനിങ് എന്ന് പറയുന്ന കാര്യം. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടിപൊളി പ്ലാനോടെ നമ്മുടെ എക്സാം വിന്നർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ക്ലാസ് 7 സൃഷ്ടി ബാച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ദിവാലി ഓഫറിൽ നിങ്ങൾക്ക് 1499 റുപ്പീസിൽ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മുടെ സൃഷ്ടി ബാച്ചിലുള്ളത് എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് ആയി കഴിഞ്ഞാലും ലൈവ് ക്ലാസ്സസ് ആയി കഴിഞ്ഞാലും ഇനി ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് നോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഓരോ ചാപ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിൽ എന്തുണ്ടായിരിക്കും? നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ഉണ്ടായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ മതി നിങ്ങൾക്ക് എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് നമ്മുടെ സൃഷ്ടി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. എന്നിട്ട് ഈ നമ്പറിൽ ഒന്ന് ജസ്റ്റ് കോൾ ചെയ്ത് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യാൻ പറയാൻ കാരണം എന്ന് പറയുന്നത്, ഇനി നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ ക്രിസ്മസ് എക്സാം ഉണ്ട്, ദെൻ മോഡൽ എക്സാം ഉണ്ട്, ദെൻ ഫൈനൽ എക്സാം ഉണ്ട്. സോ ഈ ഒരു 3 എക്സാമിനും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്യാം. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.